പ്രിയ ദേവദാസനോടുള്ള ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും വചനം എൻ്റെ ജീവിതത്തിനകത്ത് ഇതിനൊരു നിവർത്തീകരണം നടക്കണം. കേട്ടുപോകുന്നവരായിട്ട് നമ്മളെല്ലാ ദിവസവും വചനം കേൾക്കുന്നവരാണ്. നമുക്ക് വചന കേൾവി അല്ലെങ്കിൽ കേൾക്കാനായിട്ട് പഞ്ഞമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടാത്തത്? പലപ്പോഴും കേൾക്കുന്ന വചനം കേട്ടു പോകുന്നത് കൊണ്ടാണ്. ആ വചനത്തെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്ത് അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുമ്പം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് അല്പസമയം ചിന്തിക്കാൻ ഒരു വചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാത്തിരിക്കുന്നവർ എന്നൊരു വിഷയത്തിന് സബ്ജക്റ്റിനെ കുറിച്ച് കർത്താവ് എനിക്ക് തന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സുഖത്തിലെ നല്ല ദൈവമേ, നല്ല സമയത്തിനായിട്ട് നന്ദി കർത്താവേ. അങ്ങ് നൽകിയ നല്ല വചനത്തിനായിട്ട് സ്തോത്രം ദൈവമേ. ഞങ്ങൾക്ക് ബുദ്ധിയുടെ വാക്കുകളോ മാനസികമായ ചിന്തകളോ ഒന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് എന്താണോ ഞങ്ങളോട് സംസാരിക്കാനുള്ളത് അത് മാത്രം ഞങ്ങളെ കേൾപ്പിക്കണം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചില നിവർത്തീകരണങ്ങൾ നടക്കണം. വചന കേൾവി വെറുതെ അല്ല കർത്താവേ. ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് പ്രാപിച്ചെടുക്കുവാൻ, ദൈവമേ ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഇതൊരു പുതുശക്തിയായി കർത്താവെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തീർക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സാധാരണമായി ദൈവസ്ഥാനത്തിന്റെ മറവ് നിങ്ങളെ മറയ്ക്കണം. പരിശുദ്ധാത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണം കർത്താവെ. ആ പരിശുദ്ധാത്മാവിന്റെ നാവായിട്ട് തീരുവാൻ അടിയത്തരം നിലകാരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആഴമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവെ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരുപോലെ അനുഭവിച്ചറിയുന്ന ഒരു തലം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയായി കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കേട്ട വചനം യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യമാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന നമ്മുടെ പലതരത്തിലുള്ള കാത്തിരിപ്പിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, യഹോവയെ കാത്തിരിക്കുന്നത്, കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പല കാര്യങ്ങളും ദൈവസ്ഥനിൽ കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികള്, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര്, നല്ല ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, നല്ല ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇങ്ങനെ ഇത്യാദി ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാത്തവരായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ആരും തന്നെയില്ല. പക്ഷേ ഇന്ന് പകലില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, ആരാണ് അതിനേക്കാൾ അപ്പുറമായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര് എത്ര പേരുണ്ട്? അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാവുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് വിഷയങ്ങളുണ്ട്, എല്ലാവർക്കും വിഷയങ്ങളുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ കടബാധ്യതയായിരിക്കാം, ഭവനം പണിയുടെ വിഷയമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നമ്മുടെ ജോലിയുടെ വിഷയമായിരിക്കാം, ഏതൊക്കെ തരത്തില് ഉള്ള വിഷയങ്ങളാണോ, ചിലപ്പോൾ രോഗമായിരിക്കാം, ഒക്കെ ഉണ്ടോ, എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് പ്രസംഗിക്കുന്ന ഞാനും ഇത് ഒരുപോലെ അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയാത്തത് എന്തും നമ്മുടെ ഭാരമാണ്. അപ്പൊ ആ ഭാരത്തിനകത്ത് കടഭാരം വരുന്നുണ്ട്, രോഗം വരുന്നുണ്ട്, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നുണ്ട്, നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ആരുടെ മേൽ വെച്ചുകൊള്ളാനാണ് പറയുന്നത്? യഹോവ, ദൈവത്തിന്റെ സന്നിധിയിൽ അത് വെക്കുക. അപ്പൊ അവൻ നിന്നെ പുലർത്തും. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എന്റെ സന്നിധിയിൽ വരുവാനാ പറഞ്ഞത്. അപ്പം നമ്മളെ താങ്ങുവാനായിട്ട്, നമ്മളെ വഴി നടത്തുവാനായിട്ട്, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാനായിട്ട് ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ഇത്യാദി വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇവിടെ പറയുക, അങ്ങനെ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അപ്പം ഒരു ഒരു ഒറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് ഇടയായി തീരുക. നമ്മുടെ ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒത്തിരി ദൂതുകൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി വാസ്തവങ്ങളും നിയോഗങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവേ ഇത്രയും നാളായിട്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ വിഷയത്തിനകത്ത് എന്തുകൊണ്ടാ ഒരു മറുപടി ലഭിക്കാത്തതെന്ന് നമ്മൾ ഭാരപ്പെടുകയാണ്. നമുക്കറിയാം, ഹന്നയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഹന്നയ്ക്ക് ഒരു വലിയ ഭാരം ഉണ്ടായിരുന്നു. എന്നാന്നറിയാമോ? ഹന്നയ്ക്ക് ഒരു തലമുറയില്ലായിരുന്നു. ആ തലമുറ ഇല്ലാത്തതിന്റെ പേരിൽ അവൾ ഒത്തിരി ഭാരപ്പെട്ട ഒരു സ്ത്രീയാണ്. നമുക്കറിയാം, ഒരു തലമുറ ഇല്ലാത്ത ഒരു വ്യക്തികളെ കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിനകത്ത് ഞാനത് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പം അത് നമ്മളെ മുഖത്ത് നോക്കി പറയുമ്പം, പരിഹസിക്കുമ്പം, ഒരുപക്ഷെ അവര് വേറെയുള്ള നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ എന്നാലും അവരുടെ വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിയുന്ന ചില തലങ്ങൾ നമ്മൾ അനുഭവിച്ചില്ല. ഇതിനകത്ത് തലമുറയെ കുറിച്ചല്ല, വേറെ എന്ത് വിഷയമാണെങ്കിലും അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നവരാ. പ്രത്യേകിച്ച് തലമുറയെക്കുറിച്ച്, തലമുറയില്ലാതെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പം പലരുടെയും പലതരത്തിലുള്ള വാക്കുകൾ നമ്മളെ ഒത്തിരി കുത്തി നോക്കുന്ന അനുഭവങ്ങളൊക്കെ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഹന്നയുടെ ജീവിതത്തിനകത്ത് ഹന്ന അങ്ങനെ ഭാരം അനുഭവിച്ചു. പക്ഷെ ഹന്നയ്ക്ക് ഒരു മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ദൈവത്തിൽ ഉറ്റിരിക്കുന്ന ഒരു പതിവ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഹന്നയുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. ഹന്നയുടെ ജീവിതം നോക്കുമ്പോൾ എല്ലാ വർഷം ആലയത്തിലേക്ക് കടന്നു പോവുകയും ആലയത്തിൽ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. മറ്റുള്ളവര് ആ പെരുന്നാളിന് പോയി മറ്റുള്ള കാര്യങ്ങൾ വ്യാപൃതമാകുമ്പോൾ ഹന്ന ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു പതിവ്, ആലയത്തിനകത്ത് ഇരുന്ന് തന്റെ സങ്കടങ്ങളെ ശരിയായ വിധത്തില് ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ പകരുന്ന ഒരു പതിവ് അവളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. അതാണ് 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഹന്ന ഓരോ തവണ കടന്നു പോയപ്പോഴും ഹന്നയ്ക്ക് തലമുറ എന്നത് ഒരു ഭാരമാണ്, അല്ലെങ്കിൽ അതൊരു വേദനയാണ്. പക്ഷേ ഈ തവണ താൻ ആലയത്തിനകത്ത് കടന്നു പോയപ്പോൾ മറ്റു ചില കാര്യങ്ങൾ അവളെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് ഏലി പുരോഹിതന്റെ തലമുറയെ അവള് ഒന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഏലി പുരോഹിതൻ പ്രായമായി, വയസ്സായി, കണ്ണൊക്കെ മങ്ങി തുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഏലി പുരോഹിതന് ശേഷം ആ ശുശ്രൂഷ ചെയ്യേണ്ടതാരാ? ഏലി പുരോഹിതന്റെ തലമുറയാ. പക്ഷേ ആ തലമുറ വഴിതെറ്റിപ്പോയ ഒരു അനുഭവം ഹന്നയുടെ ശ്രദ്ധ അതിനകത്ത് പതിയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനെ ദൈവീകമായി ഒന്ന് ടേൺ ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മളൊരു സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്കൊരു ചില ഫണ്ട് നമുക്ക് കിട്ടാനുണ്ട്, ആ ഫണ്ട് കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അധ്വാനിച്ചതാ, നമുക്ക് അർഹതപ്പെട്ടതാ, എല്ലാം ശരി തന്നെ. പക്ഷേ ആ ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് എപ്രകാരമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ ദൈവസ്ഥാനിൽ നമ്മൾ വെച്ച വിഷയമാണ്. പക്ഷെ ദൈവം അത് നമുക്ക് നൽകി തരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ അത് നമ്മുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ നമ്മൾ അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു? ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്ന് ചേഞ്ച് വരുത്താമെന്നുണ്ടെങ്കിൽ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതിരിക്കുന്ന ചില വിഷയത്തിനകത്ത് വേഗത്തിൽ ചില മറുപടികൾ പ്രാപിക്കാൻ പോകുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആഴത്തിൽ ദൂത് വിളിച്ചു പറയുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താൽ അവരുടെ ജീവിതത്തിനകത്ത് അത് വിടുതലായിട്ട് തീരും. അപ്പം ഹന്നയുടെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് വരികയാണ്. ഇതുവരെ അവൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല ഹന്ന പ്രാർത്ഥിച്ചത്. ആ ആലയത്തിലെ സാഹചര്യങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ഏലി പുരോഹിതന്റെ പുത്രന്മാർ, അല്ലെങ്കിൽ ആ ഏലി പുരോഹിതന്റെ തലമുറ അവരിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അതവിടെ തീർന്നു. ആ ദൈവികമായത് അവിടെ തീർന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഹന്ന പ്രാർത്ഥിക്കുക, എനിക്കൊരു തലമുറ ആവശ്യമാണ്, പക്ഷേ എന്റെ ആവശ്യത്തെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഒരു തലമുറ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആവശ്യമായി മാറി. അവൾ അപ്രകാരം പ്രാർത്ഥിക്കുന്നത്. എന്നാന്നറിയാമോ? ദൈവം, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകി തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം നിനക്ക് നൽകിക്കൊള്ളാം. കണ്ടോ? അപ്പൊ അവളുടെ ആവശ്യം എന്താ? ഒരു തലമുറയെ അവളുടെ ആവശ്യം. അപ്പൊ ഇതുപോലെ പല വിഷയങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ആ വിഷയത്തെ ദൈവവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളുടെ മറുപടി അപ്പൊ സംഭവിക്കും.
അവിടെ അപ്രകാരം ഹന്ന പ്രാർത്ഥിക്കാൻ ഇടയായിട്ടിരുന്നപ്പോ ഹന്ന ആലയത്തിലിരുന്ന് ഹൃദയം കൊണ്ടാ പ്രാർത്ഥിച്ചത്. ഒച്ചപ്പാടും ബഹളം ഒന്നും അവിടെ ഉണ്ടായില്ല. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവളെ കണ്ണ് നിറഞ്ഞൊഴുകുവാനിടയായിത്തീർന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന പുരോഹിതൻ തന്നെ പറയുക, ഇവള് വീഞ്ഞു കുടിച്ച് മത്തയായിക്കൊണ്ടാണ് ദൈവസ്ഥാനിൽ ഇരിക്കുന്നതെന്ന് ഒന്ന് പരിഹസിക്കുവാനിടയായിത്തീർന്നു. അപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹന്ന അത് തിരുത്തുക, അല്ല പുരോഹിതനെ, ഞാൻ എൻ്റെ മനോവ്യസനം ഹേതുവായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് പകർന്നതാ. കണ്ടോ, അവിടെ ആരുണ്ട്, ആര് നോക്കുന്നുണ്ട്, മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊന്നും നോക്കാതെ തന്റെ ഹൃദയത്തെ ഹൃദയംഗമായിട്ട് ദൈവത്തിൽ പകർന്ന ഒരു സഹോദരിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുക. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ലജ്ജയാ. പക്ഷെ ആ ലജ്ജ കൂടാതെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് മനുഷ്യരെ ആരും പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒന്നും ഒരുപക്ഷെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിയും. പക്ഷേ മനുഷ്യനെ നിർത്തിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് തീർന്നാൽ നമ്മുടെ ജീവിതം വിജയിക്കുവാനിടയായി തീരും. ദൈവത്തെ പ്രസാദിക്കുന്നവരായിട്ട് നമ്മുടെ കർത്താവ് കണ്ടിരിക്കുക. അതാണ് ഒരു രാജാവായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യൻ ഏറ്റവും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഉദാഹരണമുള്ള അല്ലെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. ദാവീദ് ആ സ്ഥാനത്ത്, ആ രാജകീയ സ്ഥാനത്ത് എത്തിയത് എങ്ങനെയെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ ദൈവസ്ഥനിൽ ഒരു മടിയും കൂടാതെ മറ്റുള്ളവരെ കാണുമോ എന്ന് ചിന്തിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അവസരം കിട്ടിയപ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച ഒരു വ്യക്തിയാ ദാവീദ്. അതെങ്ങനെയാ? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, തൻ്റെ ആ സാക്ഷ്യ പെട്ടകത്തിന് മുമ്പിൽ സമാഗമന അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആ പെട്ടകത്തിന്റെ മുമ്പിൽ താൻ തന്നെ ഒന്ന് കുറയ്ക്കുവാനിടയായിത്തീർന്നു. രാജകീയ വസ്ത്രങ്ങളും അധികാരങ്ങളൊക്കെ മാറ്റിവെച്ച് താൻ സാധാരണ ദൈവത്തെ ആരാധിക്കുന്ന ആ നേർമയായ വസ്ത്രം എടുത്ത് ധരിച്ച്, നമുക്കറിയാം പഞ്ഞി തൂലങ്കി ധരിച്ചിട്ട് ജനത്തിന്റെ നടുവിൽ പോയി നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു രാജ്യത്തിന്റെ രാജാവിന് അപ്രകാരം തന്റെ അധികാരത്തെയും തന്റെ രാജകീയ വസ്ത്രത്തെയും തന്റെ സകലത്തെയും മാറ്റിവെക്കുവാൻ കഴിയുന്നുവെങ്കിൽ സാമാന്യ ജനമായ നമ്മൾക്ക് എത്രത്തോളം കഴിയണം? നമ്മൾ നമ്മുടെ പദവിയെ നോക്കി നമ്മൾ നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് ആരാധനയ്ക്ക് കടന്നു പോയെങ്കിൽ അയ്യോ അതിനകത്ത് അധികം വേർപ്പ് വച്ചരുത്, അത് ചുളുങ്ങരുത്, മടങ്ങരുത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടേതായ രീതിക്ക് ആരാധിക്കും. അതിനകത്തൊന്നും ദൈവപ്രസാദം വെളിപ്പെടുക ഇടയാവത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. എവിടെ നീ തകരുന്നുവോ, എവിടെ നിന്നെ തന്നെ നീ ഒന്ന് വിട്ടുകൊടുക്കുന്നുവോ, എവിടെ നിന്നെ തന്നെ നീ ഒന്ന് തകർക്കുവാൻ ഇടയായിത്തീരുന്നു, അവിടെ ദൈവിക പ്രസാദം ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. അവള് ദാവീദ് അപ്രകാരം ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ സ്വന്തം ഭാര്യ അവിടെ പരിഹസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത്, നീ ഒരു സാധാരണ, നിനക്ക് നാണമില്ലേ, നീ ആരാണെന്ന നിന്റെ വിചാരം, നീ ഒരു രാജാവാണ്, അതുപോലും മറന്നിട്ട് ആ സാമാന്യ ജനത്തിന്റെ മുമ്പിൽ പോയി നൃത്തം ചെയ്യാൻ തുള്ളിച്ചാടുവാൻ നിനക്ക് നാണമില്ലേ എന്ന് അവിടെ മീഖൾ തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ മീഖളിനോട് ദാവീദ് നല്ല മറുപടി അവിടെ നൽകി കൊടുക്കുന്നുണ്ട്. തന്റെ ദൈവം ആരാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം, ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, ഇനി ഞാൻ അങ്ങനെ തന്നെ ആരാധിക്കുമെന്ന് അവളോട് പറയുക. പക്ഷേ ആ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയെ അവിടെ പരിഹസിച്ചു കഴിഞ്ഞപ്പോൾ മീഖളുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യം സംഭവിച്ചു. അവളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും അവൾക്കൊരു തലമുറയെ പ്രസവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കണ്ട? അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളെ ഒരുപക്ഷെ നമ്മളെ കളിയാക്കുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരൊക്കെ ഉണ്ട്, ഇവരെല്ലാം ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട, നമ്മൾ അതിനകത്തൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ ഒന്നും പറയണ്ട, മൗനമായിട്ട് നിൽക്കുക. ദൈവം അവരുടെ ജീവിതത്തിനൊക്കെ നൽകാനുള്ള ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തില് എത്രത്തോളം ക്ലോസ് ആവാൻ പറ്റും അത്രത്തോളം നമ്മൾ ക്ലോസ് ആവണം.
അത്രത്തോളം ക്ലോസ് ആകുമ്പം ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ വചനഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരെ ദൈവത്തെ കാത്തിരിക്കുന്നവർ, പ്രിയമുള്ളവരെ, ദൈവത്തെ കാത്തിരിക്കും. അപ്പൊ നമ്മുടെ വിഷയം ആ ദൈവസ്ഥനിൽ വെച്ച് കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മള് ആ ആ ആ മാതാവിന്റെ ജീവിതത്തിനകത്ത് അപ്രകാരം തന്നെയാ. അവിടെ പറഞ്ഞു, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ നിനക്ക് അവന് ജീവപര്യന്തം നൽകി തരാമെന്ന് പറയുവാനായിട്ട് ഹൃദയത്തിനകത്തുള്ള തീരുമാനമെടുത്ത് അപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ആ പുരോഹിതൻ തന്നെ പരിഹസിച്ചെങ്കിലും തന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ ഒരു ആലോചന അവൾക്ക് കൊടുക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിനക്ക് നൽകി തരട്ടെ. അടുത്ത വർഷം നിനക്ക് എന്ത് തരും? നിനക്കൊരു പുരുഷ സന്താനത്തെ ദൈവം നൽകി തരുമെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അടുത്ത വർഷത്തിന് അടുത്ത ആണ്ടിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതുവരെ അവൾ ഭാരത്തോട് പ്രയാസത്തോട് ദൈവസ്ഥനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഈ ആലോചന കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് നല്ല ഉന്മേഷത്തോടെ എഴുന്നേറ്റു നമുക്ക് അവിടെ കാണാൻ കഴിയുക. പിന്നീട് അവളുടെ മുഖം വാടിയതില്ലെന്നാണ് കാണുന്നത്. പിന്നീട് അവൾ പോയി ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, മടങ്ങിപ്പോകുന്ന ഭവനത്തിനകത്ത് വ്യത്യാസമൊന്നും ഇല്ല. അവിടെ എപ്പോഴും പെനിനയുണ്ട്, അപ്പോഴും കുത്തുവാക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവളുടെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും ആലയത്തിനകത്ത് വന്ന് തിരിച്ചു പോകുന്നത് പോലെയല്ല ഈ തവണ ഹന്ന ആലയം വിട്ട് ഭവനത്തിലേക്ക് പോകുന്നത്. എന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ വഹിച്ചുകൊണ്ട്. എന്നാ പ്രാർത്ഥന ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടാണോ പോകുന്നത്? അല്ല, ദൈവത്തിൽ നിന്നൊരു ആലോചന. ഈ ആലോചന താൻ കേട്ടപ്പോൾ തന്നെ അവൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതെനിക്ക് ലഭിച്ചു. ഇവിടെയാണ് നമ്മളും ഹന്നയും തമ്മിലുള്ള വ്യത്യാസം. എന്നാന്നറിയാമോ? ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൂത് കേൾക്കുന്നവരാ, വാക്തത്വങ്ങൾ കേൾക്കുന്നവരാ. പക്ഷെ ആ സമയത്ത് നമ്മൾ ആമേൻ പറയുന്നുവെങ്കിലും അത് വഹിച്ചുകൊണ്ട് നടക്കുന്നവർ എത്ര പേരുണ്ട്? അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പരാജയം സംഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് തിരുത്തലുകൾക്ക് നാം വിധേയപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മറുപടികളും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹന്ന വീണ്ടും ആ ഭവനത്തിലേക്ക് പോകും. പെനിന അവളെ കുത്തി നോവിക്കും, പല കാര്യങ്ങളും അവൾ കേൾക്കും. പക്ഷെ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, പെനിനെ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. കാര്യം എന്നാന്നറിയാമോ? ഞാൻ ദൈവത്തിൽ നിന്ന് ചിലത് കേട്ടിട്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിന്റെ വാക്കുകൾക്കും നിന്റെ കുത്തുവാക്കുകൾക്കും എന്നെ നോവിക്കാനായിട്ട് കഴിയത്തില്ല. പെനിന വീണ്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഹന്നയ്ക്ക് ഒരു ഭാവ വ്യത്യാസമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് മുറിക്കകത്ത് വാതിലടച്ച് കരയുന്ന ഹന്നയാ പെനിന കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം ആലയത്തിനകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോ ഹന്നയുടെ മുഖത്ത് സന്തോഷമല്ലാതെ ഒരു ദുഃഖത്തിന്റെ ഒരു എക്സ്പ്രഷനും ഇല്ല. പല കാര്യങ്ങൾ പറഞ്ഞൊന്ന് കുത്തി നോക്കി, ഒരു രക്ഷയുമില്ല. അവൾ കൂടുതൽ കൂടുതൽ സന്തോഷവതിയാവല്ലാതെ അവളുടെ ജീവിതത്തിനകത്ത് അവളുടെ അതുവരെ അവളെ കുത്തി നോവിച്ചതുപോലെ അതിനേക്കാൾ അപ്പുറമായി പറഞ്ഞിട്ടും അവിടെ ഒരു എക്സ്പ്രഷനും കാണുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനൊരു ഉറപ്പ്, ദൈവത്തിൽ നിന്ന് കേട്ടതിനൊരു ഉറപ്പ്. ഇതിനകത്ത് എത്രയോ ആലോചന കേട്ടവരായിരിക്കുന്നത്, അല്ലെ? ദിനംപ്രതി ഇതിനകത്ത് കയറുന്നവരായിരിക്കുന്ന വ്യത്യസ്ത ജീവിതത്തിന്റെ സമസ്ത മേഖലയ്ക്ക് കുറിച്ചും ആലോചന കേട്ടവരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ ദുഃഖത്തിന് കുറവുണ്ടോ? പ്രതിസന്ധിക്ക് കുറവുണ്ടോ? നമ്മുടെ ഭാരത്തിന് കുറവുണ്ടോ? ഇന്നും ഇന്നലെ പറഞ്ഞ പ്രാർത്ഥന വിഷയം തന്നെ ഇന്നും പറഞ്ഞല്ലേ? ഞാൻ കേട്ടില്ല കേട്ടാ, പക്ഷെ ഞാൻ ചോദിക്കുക, അത് ഇന്നലെ പറഞ്ഞ പ്രാർത്ഥന വിഷയം തന്നെ ഇന്നും നമ്മൾ പറഞ്ഞത്. മിനിഞ്ഞാന്ന് പറഞ്ഞ പ്രാർത്ഥന വിഷയം തന്നെ ഇന്നും നമ്മൾ പറഞ്ഞ. എന്തുകൊണ്ടാണ് ഈ ആവർത്തിച്ച് പറയുന്നത്? അതിനകത്ത് നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. ദൈവം അതിന്റെ എത്രയോ ആലോചന നമ്മൾ കേട്ടു. ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടെന്ന് നമ്മൾ ആലോചന കേട്ടിട്ടും എന്തുകൊണ്ടാണ് നമുക്കത് ഏറ്റെടുക്കാൻ കഴിയാത്ത? നമ്മൾ ഈ ദിവസങ്ങളിലെ ഉറപ്പ് പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വചനം കേട്ട് കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരാനല്ല ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഉറപ്പ് പ്രാപിച്ച് നാം പുറത്തു പോകുവാനിടയായി തീരണം. ഇതിൽ നിന്നും ചിലർ പ്രാപിക്കുന്നവരായിട്ട് തീരണം. കേട്ടിരുന്നാൽ എന്നും കേൾക്കുന്നവരായിട്ട് നമ്മൾ ഇരിക്കും. പക്ഷേ കേട്ടത് എന്റെ ജീവിതത്തിനകത്ത് നിവൃത്തിയാകണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. അതിനുവേണ്ടിയ കർത്താവ് നമ്മളെ എന്നും അയമില്ലാത്ത പാല്, ഇപ്പം ബിരിയാണി കഴിക്കേണ്ട സമയത്തും പാല് മാത്രം കുടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് നമുക്ക് വിശപ്പ് മാറുമോ?
ഇപ്പം ജനിച്ച കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വയസ്സായ കുഞ്ഞിന് പാല് മാത്രം കുടിച്ചാല് അതിന്റെ വയറ് നിറയും. 10, 38, 40 വയസ്സായ നമ്മുടെ ജീവിതത്തിനകത്ത് അല്ല ഞാൻ പാല് മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് പാല് മാത്രം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണം, മറ്റുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം, മറ്റുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കണം. ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം നമുക്ക് കിട്ടുന്നത്. ഒരു ക്രിസ്തീയ നമ്മളെ കുറിച്ച് ആത്മമക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും പാല് കുടിക്കാൻ ഇഷ്ടം. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഒന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ വിളമ്പി വെച്ചിരിക്കുകയാണ്, അതെടുത്ത് നമ്മൾ കഴിക്കണ്ടേ? അത് കഴിക്കുന്നില്ല. എനിക്ക് പാല് മാത്രം മതി, എനിക്ക് പാല് മാത്രം മതി, എന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നു. എത്ര വർഷങ്ങളായി നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടല്ലേ? എത്ര വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാരമ്പര്യമൊക്കെ പറയാൻ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷെ പാരമ്പര്യം അനുസരിച്ച് എന്തെങ്കിലും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ പാരമ്പര്യ പ്രകാരം നമ്മൾ പാരമ്പര്യം പറയാൻ ഭയങ്കര മിടുക്കല. ഏതെങ്കിലും ഒരു നല്ല ഉപദേശി നമ്മുടെ അപ്പൂപ്പന്റെ തലമുറയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിളിച്ചു പറയും, ഇന്ന വ്യക്തിയുടെ കുടുംബത്തിലെ കൊച്ചുമോളാ ഞാൻ, ഇന്ന കുടുംബത്തിലെ വ്യക്തിയാ ഞാൻ എന്നൊക്കെ നമ്മൾ പറയും. ആ പാരമ്പര്യം അനുസരിച്ച് ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവത്തിന്റെ ആ ദൈവവുമായുള്ള ബന്ധം നമുക്കുണ്ടോ? ദൈവം നമുക്ക് ആ ബന്ധം നമുക്കില്ല. ഈ പാരമ്പര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ ഇവിടെ അവസാനിക്കുന്നതാ. ഈ മണ്ണിൽ ഇവിടെ അവസാനിച്ചു പോകുന്നതാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യം ഒന്നും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. പാരമ്പര്യമൊക്കെ ഇവിടെ തീർന്നു പോകും. വ്യക്തിപരമായി നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടോ നമുക്ക് സ്വർഗത്തിനകത്ത് കയറാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തീർന്നു പോകാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ത്രീ അപ്രകാരം പ്രാർത്ഥിച്ചു, 1 വർഷം കാത്തിരുന്നപ്പോൾ തന്റെ ജീവിതത്തിനകത്ത് ആ ഒരു കുഞ്ഞിനെ കിട്ടി. പിന്നെ നമുക്ക് അവനൊരു ചരിത്രമായി മാറുവാനിടയായിത്തീരുന്നു. അപ്പൊ കരഞ്ഞൊരു മാതാവിന് ഇതിനകത്ത് തലമുറയെ കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വ്യക്തമായിട്ട് പറയാ, നിന്റെ കരച്ചിൽ വെറുതെ അല്ല. നീ കരഞ്ഞോ ഈ ദിവസങ്ങളിൽ ആഴമായിട്ട് തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞോ, ആ കരച്ചിലിന്റെ മറുപടി തലമുറയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിട്ട്. പക്ഷെ നീ കരയുമ്പോൾ ആ കരച്ചിലും ഇപ്പോൾ അവന്റെ ആ ഒരു തലമുറയെ സംബന്ധിച്ച് ആത്മാവിനെ കാണിച്ചുന്ന ഒരു കാര്യം, ഇതിനകത്ത് കരയുന്ന ഒരു വ്യക്തിയുണ്ട്, തലമുറയെ കുറിച്ച് കരയുന്ന ഒരു വ്യക്തിയുണ്ട്. പക്ഷേ ആ കരച്ചിൽ എത്രത്തോളം കൂടുന്നുവോ ആ കരച്ചിലും അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതുപോലെ ആ തലമുറയുടെ യാത്ര. അപ്പൊ ഭാരപ്പെട്ടു പോവാം, മാനസികമായിട്ട് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ. ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇവന്റെ ജീവിതത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതുമായിട്ട് ഒന്നും ഇവന്റെ ജീവിതത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയാ, നീ ഇപ്പൊ ഒന്നും കാണണ്ട. അവനെ ദൈവം, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കരച്ചിൽ വെറുതെ അല്ല. ദൈവത്തിന്റെ ടൈമിൽ അവനെ കരങ്ങളിലെടുത്ത് അവിടെ പറയാ, അറിയപ്പെടുന്ന ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു ദൈവ പൈതലായിട്ട് ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. ആ കരഞ്ഞ മാതാവിന്റെ തലമുറ ജനിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവിടെ നമുക്കറിയാം ദാൻ മുതൽ ബേർഷേബ വരെ ഒരു ന്യായപാലനം നടത്തുന്ന ഒരു എന്താ പറയാ, രാജകീയ അഭിഷേകം ചുമക്കുന്ന ഒരു പൈതലായിട്ട് അത് തീരുവാനിടയായി തീർന്നു. കണ്ടോ, ശമൂവേലിനെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ, അത് മാത്രമല്ല ന്യായപാലനം കൂടി ചെയ്ത ഒരു പൈതലായി തീർന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ കരയുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് കരച്ചിൽ നിർത്തേണ്ട. ഇന്ന് ചിലപ്പോൾ നമുക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും കരച്ചിൽ നാം തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ തലമുറയെ കുറിച്ച് നമ്മൾ കേട്ട വാക്യത്തിനകത്ത് നമ്മൾ ഉറപ്പ് പ്രാപിക്കുക. ഒരുപക്ഷെ ആ വാക്യത്തും ഇപ്പോഴത്തെ അവരുടെ ജീവിതമായിട്ട് ബന്ധമില്ലായിരിക്കാം. മടുത്തു പോകരുത്, അതിനെ ഉറച്ചു നിൽക്കുക, അതിനെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ തലമുറ കേൾക്കുക, അതൊന്ന് പറയുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ നമ്മൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ ഇന്ന് നമ്മുടെ തലമുറ അധികം വഴിതെറ്റി പോകുന്നതിന്റെ വലിയ ഒരു മെയിൻ കാര്യം കർത്താവ് എനിക്ക് കാണിച്ചു തന്നെയാണെന്ന് അറിയാമോ, നമ്മൾ അനുഭവിക്കുന്ന വിഷമമോ ദുഃഖമോ പ്രയാസമോ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും നമ്മുടെ തലമുറയോട് നമ്മൾ ഷെയറേ ചെയ്യുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ നൽകി കൊടുക്കുകയാണ്. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല.
നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ അധ്വാനത്തിന്റെ, നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ആ ബുദ്ധിമുട്ടുകളൊന്നും അവരെ അയ്യോ നമ്മൾ കഷ്ടപ്പെട്ടാ വളർന്ന് ഇപ്പം അവര് അതുകൊണ്ട് അവര് നമ്മളെ കഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ തലമുറകൾ കഷ്ടപ്പെടും. ഇതെല്ലാം നല്ല ആഗ്രഹമാണ്. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ തലമുറകള് ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് അവരെ തിരിച്ചറിയിച്ച് വളർത്താമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തും അവരും പറ്റുപോകാൻ ഇടയായിത്തീരില്ല. നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുത്ത് ചില സമയങ്ങൾ കൊടുക്കാൻ പറ്റാതെ ആകുമ്പോൾ അവരും തളർന്നു പോകും. നമ്മളും മാനസികമായിട്ട് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ തലമുറകളെ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തുമ്പോൾ അവരുടെ ജീവിതത്തിനകത്തും അവർ ഏത് ദേശത്ത് കടന്നു പോയാലും അവർ തോറ്റുപോകാതെ ജയിക്കുവാനുള്ള ഒരു ഊർജം അതിലൂടെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ കാത്തിരിക്കുന്ന ആ സഹോദരി അപ്രകാരം കാത്തിരുന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലം അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ പറയുന്നൊരു കാര്യം, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാത്തിരിപ്പിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുക. 4-ാം അധ്യായത്തിനകത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം യഹൂദ വംശത്തെ മുഴുവൻ കൊന്നു മുടിക്കുവാനായിട്ട് ഹാമാൻ അരിക്കുന്ന ദുഷ്ടൻ ചില പദ്ധതികളൊക്കെ ഒരുക്കി മൊർദെഖായിയും അതുപോലെ തന്നെ മൊർദെഖായിയുടെ വംശമായിരിക്കുന്ന യഹൂദ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ചില രേഖകളൊക്കെ തയ്യാറാക്കി എന്ത് ചെയ്യുക, രാജാവിനെ കൊണ്ട് രാജാവ് പോലും അറിയാതെ അവന്റെ ആ മുദ്ര പത്രമൊക്കെ എടുത്ത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവന്റെ മോതിരം കൊണ്ട് സീലൊക്കെ വെച്ച് എവിടേക്ക് യഹൂദന്മാർ വസിക്കുന്നു അവിടേക്ക് എല്ലാം അതിന്റെ കത്ത് അയക്കുവാനിടയായിത്തീർന്നു. അപ്പം ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവില് യഹൂദന്മാര് ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആര് കേട്ടു? മൊർദെഖായി അറിഞ്ഞു. സംഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രക്ഷെടുക്കാനിടയായിത്തീർന്നു, ഉപവസിക്കാനിടയായിത്തീർന്നു, അത്യുച്ചത്തിൽ നിലവിളിക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ആ നിലവിളി അതൊന്നും വെറുതെ അല്ല, അതിനകത്തെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതികൾ വെളിപ്പെടുവാനിടയായിത്തീർന്നു. മൊർദെഖായി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, മൊർദെഖായി ഇപ്രകാരം നിലവിളിക്കുന്നു എന്ന് രാജകൊട്ടാരത്തിനകത്തായിരുന്ന എസ്തേർ കേട്ട് കഴിഞ്ഞപ്പോൾ എസ്തേർ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കുന്നു നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, എസ്തേർ അത് കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എസ്തേറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും എന്ന് ഒറ്റൊരു കാര്യമേ മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞുള്ളൂ. എസ്തേറിന് ഒരു കാര്യം മനസ്സിലായി, ഈ കാര്യം കുറച്ച് സീരിയസ് ആണ്, ഇവിടെ ഞാൻ എഴുന്നേറ്റേ മതിയാവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എസ്തേർ ഒരു തീരുമാനമെടുക്കുക. എനിക്ക് നേരിട്ട് രാജാവിന്റെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കാൻ പറ്റത്തില്ല, എന്റെ സാഹചര്യം അതാ, പക്ഷേ എനിക്ക് കഴിയും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ദൈവസനിൽ ഉപവസിക്കും. അവിടെ പറയുന്ന ഒരു കാര്യം, ഞാനും എന്റെ ബാല്യക്കാര്യത്തിൽ 3 ദിവസം തിരികെ കുടിക്കാതെ ഉപവസിക്കും. ഞങ്ങൾക്ക് വേണ്ടി, അതായത് എനിക്ക് വേണ്ടി യഹൂദന്മാരോട് മുഴുവൻ ഉപവസിക്കുവാനായിട്ട് ഒരു വിളംബരം ചെയ്യാനായിട്ട് അവിടെ എസ്തേർ പറയുക. പ്രിയമുള്ളവരെ, ആ 3 ദിവസം അങ്ങനെ അപ്രകാരം ഉപവസിക്കുവാനിടയായിത്തീർന്നു. ദൈവസ്ഥനിൽ കാത്തിരിക്കും. ഒരു പക്ഷേ നമുക്കറിയാം, വാസ്തി രാജ്ഞി ആ രാജകൊട്ടാരം വിടേണ്ടി വന്നത് ഒരു അനുസരണക്കേടിന്റെ ഫലമായിട്ടാണ്. നമുക്കറിയാം, രാജാവിന്റെ സുഹൃത്തുക്കളും അന്യ രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവളെ ഒന്ന് കാണേണ്ടതിനും അവളുടെ നൃത്തം കാണേണ്ടതിനും വേണ്ടി ആ രാജസദസ്സിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തി രാജ്ഞി അത് തിരസ്കരിച്ചത് കൊണ്ടാണ് ആ രാജ്ഞി പദം അവളിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഒരു അനുസരണക്കേട് മുഖാന്തരമാണ് വാസ്തി രാജ്ഞി ആ കൊട്ടാരം വിട്ടുപോകേണ്ടി വന്നത്. ആ സ്ഥാനത്തേക്കാണ് എസ്തേറിനെ വിളിച്ചിരിക്കുന്നത്. എസ്തേറിന്റെ ജീവിതത്തിനകത്ത് ഒരു ശുദ്ധീകരണ നിയമമുണ്ട്. ആ നിയമത്തിന് വേണ്ടി ചില മാസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ ഇരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി അവരുടെ ഇടയിൽ വരുവാനിടയായിത്തീർന്നത്. അവൾക്കൊരു കാര്യം പറയും, ഒരു പക്ഷേ നാളെ എന്റെ മരണം സംഭവിച്ചേക്കാം. മരണം സംഭവിച്ചാലും വേണ്ടില്ല, ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങി തിരിക്കാൻ അവൾ തീരുമാനമെടുക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അപ്രകാരം അവൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസ്തേർ രാജവസ്ത്രമൊക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അവൾ ആ രാജാവിന്റെ അടുക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യം സംഭവിക്കുക. രാജാവിന് അവളോട് കൃപ തോന്നുവാനിടയായിത്തീർന്നു. കൃപ തോന്നിയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് അവന്റെ പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. കണ്ടോ, ദൈവസന്നിധിയിൽ ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ
ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തിരുന്നാൽ നാം പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. അവിടെ എന്നെ ചിന്തിപ്പിച്ചതൊന്നുമല്ല, അവൾ ആ 3 ദിവസം ദൈവത്തിൽ ഇരുന്നപ്പോഴുണ്ടല്ലോ, ദൈവം അവളെ പഠിപ്പിച്ച പരിജ്ഞാനത്തിന് തലം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാന്നറിയാമോ, അവളെ രാജാവിനെ കണ്ടു, രാജാവിന് അവളോട് കൃപ തോന്നി, പൊൻചേങ്കോൽ അവളുടെ നേരെ നീട്ടി. രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ഇത്ര പെട്ടെന്ന് ഇവളെ എന്റെ അടുക്കൽ വരണമെങ്കിൽ ഇവളുടെ ജീവിതത്തിനകത്ത് എന്തോ കാര്യം സാധ്യതയുണ്ട്. രാജാവ് അവളോട് ചോദിക്കുന്ന കാര്യമുണ്ട്, അവളോട് ചോദിച്ചു, പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത് എസ്തേർ രാജ്ഞി, നിനക്ക് എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ, രാജ്യത്തിന്റെ പാദ്യമോളം ആയാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടല്ലോ വളരെ പരിജ്ഞാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കാത്തിരിപ്പ് അതിനകത്ത് വെളിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുക. എന്നാന്നറിയാമോ, അവിടെ പറയുക വേറെ ഒന്നുമല്ല, ഞാന് എന്റെ വസതിയിൽ എന്ത് ഒരുക്കുന്നുണ്ട്, ഒരു രാജകീയ ഒരു ഭോജനം ഒരുക്കുകയാ, അല്ലെങ്കിൽ ഒരു വിരുന്നൊരുക്കുകയാ. അതിനകത്ത് രാജാവ് അതിനകത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാ. നമ്മളാണെങ്കിലോ, നമുക്കൊരു ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഓടിച്ചത് നമ്മൾ ആ കാര്യത്തെ അങ്ങ് പറയും. അതോടുകൂടി എല്ലാം തകർന്ന് താറുമാറായി പോകും. അതുകൊണ്ടാ ദൈവം പറയുന്നേ, ഈ ദിവസങ്ങൾ നമ്മൾ ശക്തമായിട്ട് പ്രാപിക്കേണ്ടത് എന്താണെന്നറിയാമോ, വിവേചനത്തിന്റെ ആത്മാവിന് പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം പരിജ്ഞാനമാണ്. പരിജ്ഞാനത്തോടു കൂടി നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ശത്രുവിന് നമ്മളെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പം നമുക്കറിയാം, പാമ്പാരാ, കൗശലമേറിയതാ, സൂത്രം ഉണ്ടല്ലേ. അപ്പൊ ഈ ലോകം മുഴുവൻ അങ്ങനെയാ. നമ്മൾ ഏത് തരത്തിൽ പിടിക്കാം, ഏത് തരത്തിൽ നമ്മൾ ചതിച്ചു കളയാം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പരിജ്ഞാനമില്ലാതെ നമുക്ക് മുൻപോട്ട് പോയാൽ നാം തോറ്റുപോകും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നാം പരിജ്ഞാനത്തിന് വേണ്ടി ഏറെ ആഗ്രഹിക്കാനിടയായി തീരണം. നമ്മുടെ പ്രാർത്ഥന വിഷയത്തിലെ മെയിൻ ഒരു പോയിന്റ് അതായിരിക്കണം. വിവേചനത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ, അതുപോലെ തന്നെ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ നാം തോറ്റുപോകാതെ ആ ജയജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി, അതൊക്കെ നമ്മളൊരു പ്രാർത്ഥന വിഷയമാണ്. നമ്മുടെ തലമുറയുടെ വിഷയം ഒക്കെ ശരിയാ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിൽ നിന്ന് ഇപ്രകാരം ചിലത് പ്രാപിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ തലമുറയുടെ വിഷയമൊക്കെ അതോടൊപ്പം നേരെയാവാനായിട്ട് ഇടയായിട്ട്. ആദ്യം നീ അവന് രാജ്യനീതി അന്വേഷിക്കുക, പിന്നത്തേത് സകല നമുക്ക് നൽകി തരാമെന്നാ പറഞ്ഞിരിക്കുക. നമുക്ക് ആദ്യം അവന് രാജ്യനീതി അന്വേഷിക്കാൻ സമയമില്ല. നമുക്ക് ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ആ ലിസ്റ്റ് ദൈവസ്ഥനിൽ വെക്കുക നമ്മൾ. പക്ഷെങ്കിൽ ഇന്ന് അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതം ഒന്ന് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെ ഇപ്രകാരം ആ എസ്തേർ രാജ്ഞി പറഞ്ഞു വിരുന്നിന് ക്ഷണിക്കുവാനിടയായിത്തീർന്നു. വിരുന്നിന് ചെന്ന ശേഷം അവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്ത് വേണം. അവിടെ പറയും, നിനക്ക് വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, നിന്റെ അപേക്ഷ എന്തുവാ. ഞാനൊരു കാര്യം മനസ്സിലായി, എസ്തറിന് എന്തോ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷെ അവിടെ അവൾ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ, ഒരു ദൈവപ്രവൃത്തി, ദൈവം എന്നോട് പറയട്ടെ, എൻ്റെ ഉള്ളിൽ അത് കൃത്യമായിട്ട് ദൈവത്തിന്റെ ആ ശബ്ദം എനിക്ക് കേൾക്കണം. അത് കേട്ടതിന് ശേഷമേ ഞാൻ രാജാവിനോട് പറയത്തുള്ളൂ എന്ന് അവൾ കാത്തിരിക്കുകയാണ്. വെറുതെ അല്ല അവൾ പറയാത്ത, ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ചില ആലോചനകളൊക്കെ നമുക്ക് കേട്ടാലും, ദൈവം നമ്മളോട് പറഞ്ഞാലും, ചില സമയങ്ങളിൽ ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മളോട് ഇടപെടും. പക്ഷെ കർത്താവ് അവരോട് പറയണ്ട. അത് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ശരിയാവത്തില്ല. നമുക്കത് തിരിഞ്ഞാലും കർത്താവ് ചിലപ്പോൾ അതിനെ എന്ത് ചെയ്യും, അതിനെ പറയണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ വെക്കുവാനായിട്ട് ഇടയായിട്ട്. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇവിടെ അതിന് സമയമുണ്ട്, അതിനൊരു ടൈം കർത്താവ് തരുമ്പോൾ നമ്മളത് പറയുമ്പം അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ വിരുന്നിന് വന്നു, വീണ്ടും ചോദിക്കുക, വീണ്ടും അവൾ പറയുക, ഞാൻ നാളെ കൂടി ഒരു വിരുന്നൊരുക്കുന്നുണ്ട്, അതിനകത്ത് നീയും ഹാമാനും കടന്നു വരണം. കാത്തിരിക്കുകയാ. പിറ്റേ ദിവസം
വിരുന്ന് സംഘടിപ്പിച്ചു. അതിന് മുമ്പായിട്ട് നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുക. അവിടെ വീണ്ടും ക്ഷണിച്ചു. ക്ഷണിച്ചു അത് പറയാതിരുന്നപ്പോ രാജാവ് ഒരു കാര്യം മനസ്സിലായി, എന്തോ സീരിയസ് ആയിട്ട് അവൾക്ക് എന്നോട് സംസാരിക്കാനുണ്ട്. അന്ന് രാത്രി രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ഉപവാസത്തിന്റെ ഫലമായിട്ട് നടന്ന കാര്യം എന്നാണെന്നറിയാമോ? പരിജ്ഞാനത്തോടൊരു കാര്യം മുൻപോട്ട് പോയപ്പോ നടന്ന കാര്യം എന്നാണെന്നറിയാമോ? രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ ഉറക്കം നഷ്ടപ്പെട്ടത് ഒരു നന്മയായിട്ട് തീരുക. എന്നാന്നറിയാമോ? നമുക്കറിയാം, ഹാമാൻ ഒരു വശത്ത് മൊർദെഖായെ കൊന്നുപിടിക്കാനായിട്ട് 50 മുഴം നീളമുള്ള കഴുമരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അതിനിപ്പുറത്താണ് അവിടെ രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് രാജാവ് ആ ദിനവൃത്താന്ത പുസ്തകം ഒന്ന് പരിശോധിക്കാൻ ഇടയായിത്തീർന്നപ്പോൾ അവിടെ ഒരിക്കൽ രാജാവിന്റെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയാ മൊർദെഖായി എന്ന് പറയുന്നത്. ആ മൊർദെഖായെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ആ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എടുത്ത് വായിക്കുവാൻ ഇടയായിത്തീർന്നു. വായിച്ചപ്പോൾ പെട്ടെന്ന് വിളിക്കുക, പ്രകാരത്തിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് അതിരാവിലെ അവിടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കഴുമരൊക്കെ ഒരുക്കി അതിന് തീർപ്പ് കൽപ്പിക്കാൻ രാജാവിന്റെ ഒരു അധികാരം വേണം. അതിനു വേണ്ടി അത് കേൾക്കാനും ഹാമാന് ചില കാര്യങ്ങൾ രാജാവിനോട് പറയാനുണ്ട്. എന്തിനെ കുറിച്ച്? ആരെ കുറിച്ച്? മൊർദെഖായെ കുറിച്ച് പറയാനുണ്ട്. ആ മൊർദെഖായെ കുറിച്ച് പറയാനായിട്ട് പ്രകാരത്തിൽ കാത്തു നിന്നപ്പോഴാണ് രാജാവിന്റെ ഒരു ഓർഡർ അവിടെ വരുന്നത്. ആരെങ്കിലും പ്രകാരത്തിലുണ്ടോ? ഹാമാനെ പറഞ്ഞു, ഹാമാൻ ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹാമാനോട് അകത്തു വരാനായിട്ട് പറയുക. ആ ഹാമാനോട് രാജാവ് പറയുന്ന കാര്യം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. ഒരിക്കലും ആരുടെയും മനസ്സിൽ തോന്നാത്ത ഒരു കാര്യം അവിടെ വെളിപ്പെടുക. എന്നാന്നറിയാമോ? രാജാവ് മാനിക്കാൻ ഉദ്ദേശിക്കുന്നവരെ എപ്രകാരം മാനിക്കണമെന്ന് അവിടെ ഹാമാനോട് ചോദിക്കുക. ഹാമാൻ ചിന്തിച്ചു, ഞാനല്ലാതെ രാജാവ് മാനിക്കാൻ മറ്റൊരു വ്യക്തിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ മാന്യത മുഴുവൻ എൻ്റെ ജീവിതത്തിനകത്ത് വരണമെന്ന് ചിന്തിച്ച്, തനിക്കാണെന്ന് ചിന്തിച്ച് അവർ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുക. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുക, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രം, രാജാവ് കയറുന്ന കുതിരയെയും അതിന് തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠമായ പ്രഭുക്കന്മാർ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. എന്തു വലിയ കാര്യമേ അവിടെ നടക്കാൻ പോകുന്നേ നോക്കിക്കേ. പാവം മൊർദെഖായി അല്ലേ? മൊർദെഖായി സംഭവം എല്ലാം കേട്ടപ്പോ ആരോടും ഒന്നും പറഞ്ഞില്ല. ദൈവത്തോട് ചില കാര്യങ്ങൾ പറയാനിടയായിത്തീർന്നു. ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധി അവിടെ നമുക്കറിയാം ഹൃദയം നൊന്ത് കരഞ്ഞ ഒരു വ്യക്തിയെ. അത് തന്റെ ജീവനെ മാത്രമല്ല, താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വംശത്തെ മുഴുവൻ കൊന്നുമുടിക്കുമെന്ന പദ്ധതി. അതിനകത്ത് അവൻ നീറുവാനിടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കരയും. പക്ഷെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിന്, ദൈവ സമൂഹത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോ എത്ര പേരുടെ കണ്ണ് നിറയാറുണ്ട്? ഇവിടെയാ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരേണ്ടത്. ഒരപ്പത്തിന്റെ അംശികളാണ് നമ്മൾ പറയും, പ്രാർത്ഥിക്കും. ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ അതിന്റെ ബേർഡൻ നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം വരട്ടെ. നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് ചില വിഷയങ്ങളൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. യഥാർത്ഥമായ പ്രാർത്ഥനയുടെ ആത്മാവിന് കർത്താവ് ഇതിനകത്ത് ചിലരെ തിരയുകയാ. കർത്താവ്, ഞാൻ റെഡിയാ. അപ്പൊ നീ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരെ അസാധാരണമായ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് കർത്താവ് പിടിച്ചുയർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കുന്നത് വെറുതെ അല്ല. എന്നാന്നറിയാമോ? കർത്താവിന് ഒരു ഉണർവിന് വേണ്ടി. ഒരു ഉണർവെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, വെന്നീസിൽ ഉണർവ് നടന്നു, അവിടെ ഉണർവ് നടന്നു, ഇവിടെ ഉണർവ് നടന്നു, പഞ്ചാബില് ഈ നാളുകളിൽ ഉണർവ് നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാ ഉണർവ് നടക്കുന്നത്? അതിനകത്ത് കർത്താവ് വ്യക്തിപരമായി ചിലരെ എഴുന്നേൽപ്പിക്കാനിടയായിത്തീരും. അവര് ഇതുവരെയും നയിക്കാത്തതായിരിക്കുന്ന പ്രാർത്ഥന ജീവിതം അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകിക്കൊടുക്കുക. എത്ര ഉപവസിച്ചാലും മതിവരാത്ത ഒരു അനുഭവം, എത്ര പ്രാർത്ഥിച്ചാലും കൊതി തീരാത്തൊരു അനുഭവം, എത്ര അന്യഭാഷ പറഞ്ഞാലും കൊതി തീരാത്ത, മതി വരാത്ത, എപ്പോഴും അതിലേക്ക് ആണ്ടിരിക്കുന്ന ഒരു അനുഭവം, എത്ര ദൈവസ്ഥാനത്തില് മുട്ടുമടക്കൽ വചനം ധ്യാനിച്ചാൽ പോരാ എന്നുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ, ഇന്ന് ഇതിനകത്ത് കയറുന്ന ആരുടെയും ജീവിതത്തിനകത്ത് അപ്രകാരം ഒരു ത്വര ദൈവമായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളാണ് ഉണർവിന്റെ വാക്താവ്.
അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഉണർവ് നടക്കണം. ആ ഉണർവ് നടന്നാൽ നമ്മളൊരു ഭവനത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഭവനത്തിനകത്തും ചേഞ്ച് വരുവാൻ ഇടയായിട്ട്. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നില്ല കേട്ടോ, എന്റെ ജീവിത അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു. ചില വിഷയങ്ങൾ, ചില രാജ്യത്തിന് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി എല്ലാം കരയുവാൻ ഏൽപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുവാ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ച കാര്യമാ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് പറയുന്ന കാര്യം പൊട്ടിയെ പോലെ അങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലോ കർത്താവ് പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തിക്കോളും. ആ ഉണർവെന്ന് പറയുന്ന വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിനകത്ത് ആദ്യം വെളിപ്പെടേണ്ടത്. ആ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും അതിന്റെ ഒരു സ്പാർക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഒന്ന് കൊതിച്ച ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ഭവനം ഒന്ന് അനുഗ്രഹിക്കപ്പെടുക. ദൈവാത്മാവുള്ള യോസഫ് കടന്നുപോയ ഇടങ്ങളിലെല്ലാം ആ സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നാ പറയുന്നത്. യോസഫ് പോയ പോത്തിഫറിന്റെ ഭവനം മുഴുവനായിട്ടും അനുഗ്രഹിക്കപ്പെട്ടു. ആ കാരാഗ്രഹത്തിനകത്തും അനുഗ്രഹത്തിന്റെ പ്രവൃത്തികൾ നടന്നു. നമുക്കറിയാം, അവർക്ക് സ്വപ്നം കാണിച്ച് നമുക്കറിയാം ആ യോസഫ് മുഖാന്തരമാണ് ദേശം മുഴുവൻ ക്ഷാമം ഉണ്ടായപ്പോഴും അവനെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് ക്ഷാമമില്ലാത്ത ഒരു അനുഗ്രഹം, കാരണം ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. അപ്പൊ ദൈവാത്മാവ് വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് എന്ന് നാം പറയുമ്പോൾ നമ്മുടെ അകത്ത് യഥാർത്ഥമായ ആ ദൈവാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? നമ്മൾ മുഖാന്തരം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത് സ്പ്രെഡ് ആവുന്നുണ്ടോ? യഥാർത്ഥമായും ദൈവാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി ജീവിതമാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ഒരു ഇമ്പാക്റ്റേഷൻ മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് നടക്കുവാനിടയായിത്തീരും. അത് കുശുമ്പിന്റെ കുഞ്ഞായ്മയുടെ ഇമ്പാക്റ്റേഷൻ അല്ല നടക്കുന്നത്, ദൈവത്തിന്റെ അചലനം, ദൈവാത്മാവിന്റെ ഒരു പകർച്ച, പരിശുദ്ധാത്മാവിന്റെ അടുത്തൊരു തലത്തിലേക്ക് നമ്മളുമായിട്ട് കൂടി നിൽക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഒത്തിരി വാഗ്ദത്തങ്ങളും കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട്, കർത്താവേ, എന്റെ നിത്യ നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഭൂമിയിൽ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ നേടിയിട്ട് നമ്മുടെ നിത്യം നഷ്ടപ്പെട്ടു പോയാൽ നേടിയതെല്ലാം ഇവിടെ തീരും, നമ്മളും ഇവിടെ തീരും. പക്ഷെ അതിനപ്പുറമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വാഞ്ച വേണം. ദൈവരാജ്യത്തിന്റെ വാസ്തവമാണ് ഞാനും നിങ്ങളും എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോ സംഘടനകളും അങ്ങനെ ആ ബേസ് എല്ലാം നമ്മളിൽ നിന്ന്, നമ്മുടെ രക്തത്തിൽ നിന്ന് അലിഞ്ഞു മാറിയിട്ട് അവിടെ നമ്മുടെ രക്തത്തിനകത്ത് കയറുന്നറിയോ? ക്രിസ്തു എന്ന ആ ഒരു ത്വര, ക്രിസ്തു എന്ന ആ ഒരു മഹത്വമേറിയ ആ ഒരു സ്ഥലം നമ്മുടെ ഹൃദയത്തിനകത്തും നമ്മുടെ രക്തത്തിനകത്തൊക്കെ വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മൾ പലപ്പോഴും, ഞാൻ പേരൊന്നും പറഞ്ഞ സംഘടനകളുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില ന്യൂസുകളൊക്കെ കേട്ടു, ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, സഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ വഴക്കുണ്ടാക്കിയ ഒരാൾ പറയാം, എന്റെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തം ഇന്ന സംഘടനയുടെ രക്തമാണ്, അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല. എന്തുവാ ചിന്തിക്കാൻ ബോധമുണ്ടോ? വെള്ള ഇട്ട് നടന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നല്ല ക്രിസ്ത്യാനി ആകുന്നില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് നാം വഹിക്കുന്നത് ആരുടെ മഹത്വമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുന്നത്. സംഘടനകളൊക്കെ ഇവിടെ തീരുന്നതാ, പക്ഷേ ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ അതിന്റെ വാക്താക്കളായി തീരാനാ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആ എസ്തേർ രാജ്ഞി ആ രാജാവിനോട് രണ്ടാമത്തെ ദിവസം ആകുന്നതിനേക്കാൾ മുമ്പായിട്ട് രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ട് രാജാവ് ആ മൊർദെഖായിയെ മാനിക്കുന്ന വിധങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയിക്കാം. അപ്പോൾ മൊർദെഖായിയെ മാനിക്കുമ്പോൾ ഹാമാന്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കുക? തോൽവി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുക, അതിന് അവന്റെ ഭാര്യ സേരശും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാകട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു, അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് വായിച്ചത്. എന്നാൽ
ഈ മാന്യതയൊക്കെ മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് അവിടെ ഹാമാൻ തന്റെ ഭവനത്തിനകത്ത് വന്ന് പറയുക. 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത് എന്താണെന്നറിയാമോ? തനിക്ക് സംഭവിച്ചതൊക്കെ ഹാമാൻ ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ വംശക്കാരനാകുന്നു, എങ്കിൽ നീ അവനെ ജയിക്കയില്ല. കണ്ട, അപ്പം ചില സമയങ്ങളില് ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്ന ആരാ? നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ തന്നെയാ. നമ്മുടെ നാശത്തിന് വഴിയൊരുക്കുന്നവരാരാ? നമ്മുടെ ഒപ്പം നിൽക്കുന്നവരാ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ നമ്മളൊന്ന് വിവേചിക്കണം. അവരാണ് യഥാർത്ഥമായി നമ്മുടെ സ്നേഹിതരാണോ? അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? ദൈവത്തിനെതിരായിട്ടാണോ പറഞ്ഞു തരുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിനെതിരായിട്ടാണോ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ ദൈവികമായിട്ടുള്ള ബന്ധത്തിനെതിരായിട്ടാണോ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിവേചിച്ച് മനസ്സിലാക്കുവാനിടയായിത്തീരണം. ഒരിക്കൽ പറഞ്ഞു, അവരുടെ ഇഷ്ടപ്രകാരം ഹാമാൻ വളരെ സന്തോഷത്തോടെ കഴുമരം ഉണ്ടാക്കി. എന്നാൽ വീഴ്ച തുടങ്ങിയപ്പോൾ ആ ആളുകൾ തന്നെ പറയുക, നീ അവനെ ജയിക്കില്ല, നീ അവന്റെ മുമ്പിൽ എന്തായി? തോറ്റു തുടങ്ങിയെന്ന്. കണ്ടോ? ഇത്രയുള്ള മാനുഷിക ബന്ധം എന്ന് പറയുന്നത്. മാനുഷിക ബന്ധം ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന മാനുഷിക ബന്ധം. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും നമ്മളെ നയിക്കുന്ന ഒരു ബന്ധമാണ് ദൈവികമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്രകാരം അതിന്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ പോയിന്റ് ഒന്നും പറഞ്ഞു തീർക്കാൻ സമയമില്ല, എങ്കിലും ചില കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പറഞ്ഞിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ രാജാവ് ഹാമാനെ വിളിച്ചു. ഹാമാനും രാജാവും കൂടി വീണ്ടും ആ വിരുന്നിന് പോകുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്ന കാര്യമുണ്ട്. രാജാവ് വീണ്ടും എസ്തേറിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തുവാ വേണ്ടത്? നിന്റെ ആവശ്യം എന്തുവാ? പക്ഷെ ആ സമയത്ത് അവിടെ വളരെ പരിജ്ഞാനത്തോട് കൂടിയിട്ട് എസ്തേർ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, രാജാവ് എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ട് എന്റെ ജീവനെയും എന്റെ ആഗ്രഹമോർത്ത് എന്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എന്റെ ജനത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരായി വിറ്റിരിക്കുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഇവിടെ രാജാവിനോട് പറയേണ്ട കാര്യം ഇവിടെ നമുക്കറിയാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന് മൊർദെഖായി പറഞ്ഞ കാര്യത്തെ അത് അതേപടി രാജാവിന്റെ മുൻപിൽ അവിടെ പ്രസന്റ് ചെയ്യുക, കാത്തിരുന്ന് പ്രസന്റ് ചെയ്യുക. കണ്ടോ? ടൈം നോക്കി എപ്പോ വേണം ഇത് രാജാവിനോട് ഞാൻ അവതരിപ്പിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കാത്തിരുന്ന് ദൈവത്തിന് ടൈമായി കഴിഞ്ഞപ്പോൾ രാജാവിനോട് പറയുകയാണ്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു കാത്തിരിപ്പിന്റെ ഫലമായിട്ട് ഒരു ദേശത്തെ, ഒരു വംശത്തെ അവിടെ വിടിവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ കാത്തിരുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് എന്താ? യഹോവയെ കാത്തിരിക്കുന്ന എന്ത് ചെയ്യുന്ന പറഞ്ഞ് ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവൻ തളർന്നു പോകാതെയും ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്തു. കണ്ടോ? ഇവിടെ എസ്തേറിന്റെ ജീവിതത്തിനകത്ത് കാത്തിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, തന്റെ വംശത്തിന് വേണ്ടി ബുദ്ധിപൂർവം വളരെ അവിടെ പരിജ്ഞാനത്തോടുകൂടി ദൈവത്തിൽ കാത്തിരുന്നതിന്റെ ഫലമായിട്ട് ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിഷയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കർത്താവേ തരണേ 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 തരണേ, വാതിൽ തുറക്കണേ 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 എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവസന്നിധിയിൽ അത് വെച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണാൻ ഹാമാനാണ് എന്നറിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം വരുവാനിടയായിത്തീർന്നു. രാജാവ് പുറപ്പെട്ട് ഉദ്യാനത്തിലേക്ക് പോകുക. തിരിച്ചു വരുമ്പോൾ അവിടെ ഹാമാൻ വേറെ ഒന്നിനുമല്ല, ഹാമാൻ എന്റെ ജീവനെങ്കിലും എനിക്കൊന്ന് തിരിച്ചു തരണമെന്ന് അപേക്ഷിക്കാനാണ് രാജ്ഞിയുടെ ആ കിടക്ക
കിടക്കമേൽ കയറിയിരുന്നത്. തിരിച്ചു രാജാവ് വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ രാജാവിന്റെ ക്രോധം വർദ്ധിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ ഹാമാനെ ആ മുറിയിൽ വെച്ച് തന്നെ, ആ കൊട്ടാരത്തിനകത്ത് വച്ച് തന്നെ എന്ത് ചെയ്യുക, അവനെ കൊല്ലുവാനുള്ള ഉത്തരവ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പം രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് എന്തു ഉത്തരവ് പുറപ്പെടുവിച്ചത്? ആ യഹൂദന്മാരെ കൊന്നു മുടിക്കണം എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിൽ ശത്രുവിനെ തീർക്കുവാൻ ആ കൊട്ടാരത്തിനകത്ത് തന്നെ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയാം, കുഞ്ഞെ ഞാനുണ്ട്, നിനക്ക് എതിരെ ശത്രു എവിടെയാണ് കഴിമരം ഒരുക്കിയത്, അവന് കഴിമരം ഒരുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതിനകത്ത് തൂങ്ങി ആടുന്നത് ആരെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിനക്കെതിരെ ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, പക്ഷെ അതിനകത്ത് പട്ടുപോകേണ്ടത് ആരെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മടുത്തു പോകരുത്, കാത്തിരിക്കുന്നവരായി തീരുക, പരിജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുക, പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീരും. ആ മൊർദെഖായിയെ തൂക്കിക്കളയാൻ ഒരു കഴുമരം ഒരുക്കിയെങ്കിൽ ആ കഴുമരത്തിൽ തന്നെ ഹാമാൻ തൂക്കപ്പെടുവാനിടയായിട്ടു. അവനുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനിടയായിട്ടു. അവന്റെ അഹന്ത, അവന്റെ അഹങ്കാരമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുവാനിടയായിത്തീർന്നു. അപ്പം ദൈവ പൈതലിനെതിരെ ഒരുവൻ ശബ്ദം ഉയർത്തിയാൽ, ഒരുവൻ കരങ്ങൾ ഉയർത്തിയാൽ അത് വെറുതെ അല്ല. ദൈവ യഥാർത്ഥമായി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നീ എന്തൊക്കെ ആയുധം ഒരുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതായത് പട്ടുപോകുന്നത് തീരുമാനിക്കുന്നത് എന്റെ അപ്പന. നമ്മുടെ കൺമുമ്പിൽ ചിലത് കാണും, നമുക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണും. പക്ഷേ ദൈവസ്ഥനിൽ നമ്മൾ മൗനമായിരിക്കുക, ദൈവസ്ഥനിലായിരിക്കുക, അത് കൊടുക്കുക, ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളില് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കാത്തിരിപ്പ് ദൈവത്തിന്, നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം, ആ ആവശ്യം അപ്പന്റെ കയ്യിലേക്ക് കൊടുക്കുക, അപ്പന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിലപ്പെട്ട സമയം ദൈവസ്ഥലത്തിൽ അല്പസമയം ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ദൈവമേ അങ്ങനെയാളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി കർത്താവെ. ചിലരുടെ ചിന്താഗതികൾ മാറട്ടെ അപ്പ. ഇതിനകത്ത് ഇരുന്ന ചിലരുടെ വ്യസനങ്ങൾ കർത്താവെ പൂർണ്ണമായി അങ്ങ് എടുത്തു മാറ്റണം കർത്താവെ. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാം, അതെല്ലാം മാറ്റിയിട്ട് അത് ദൈവസ്ഥനിൽ കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാക്കി കർത്താവെ തീർക്കണമേ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവെ മറുപടി മാത്രമല്ല, ശക്തിയെ പുതുക്കുന്ന ഒരു തലം കർത്താവെ. ഹല്ലേലൂയ. മഴ പെയ്യണമെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു. എന്നാൽ മഴ പെയ്തപ്പോൾ ആ കർത്താവെ രാജാവിന്റെ രഥത്തിന് മുമ്പായി ഓടുവാനുള്ള ശക്തി അവന്റെ ജീവിതത്തിനകത്ത് ലഭിച്ചതുപോലെ, കാലുകൾക്ക് ബലം പകർന്നതുപോലെ കർത്താവ് ഇതിനകത്ത് ചില വിഷയങ്ങളുമായി തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടി മാത്രമല്ല, ദൈവമേ കാത്തിരുന്നതിന്റെ മറ്റൊരു തലം കൂടി ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുന്നതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിനെ കേട്ട എല്ലാവരും ഒഴുകി പോകുവാൻ അനുവദിക്കരുത്. ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യണം കർത്താവെ. ദൈവത്തിന്റെ വാക്താക്കളായി, ദൈവരാജ്യത്തിന്റെ വാക്താക്കളാക്കി ഇതിനകത്ത് കണ്ട എല്ലാ വ്യക്തികളെ അപ്രകാരം കർത്താവ് ലിഫ്റ്റ് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം, അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനൊരു സമയം എന്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന പ്രിയ ഗ്രൂപ്പിനോടും പ്രിയ ദേവദാസിനോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ